UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദുമായി ഉഭയകക്ഷി വിഷയങ്ങൾ ചർച്ച ചെയ്ത ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വിദേശകാര്യമന്ത്രി ഷെയ്ഖ് അബ്ദുള്ളയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഇരു രാഷ്ട്രങ്ങളും തമ്മിൽ നിലവിലുള്ള സമഗ്ര സാമ്പത്തിക കരാറിന്റെ വിവിധ വശങ്ങൾ ഇരുവരും ചർച്ച ചെയ്തു. കരാറിന്റെ ചട്ടക്കൂടിനുള്ളിൽ നിന്ന് ഉഭയകക്ഷി സഹകരണത്തിന്റെ പുതിയ വഴികൾ തുറക്കാനും ധാരണയായി. അബുദാബി അൽ ബഹർ കൊട്ടാരത്തിൽ വെച്ചായിരുന്നു ഇരു നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ച. ചർച്ചയിൽ വൈസ് പ്രസിഡന്റ് ഷെയ്ഖ് മൻസൂർ, അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് തുടങ്ങിയവരും പങ്കെടുത്തു. പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന് മുമ്പ് വിദേശകാര്യമന്ത്രി ഷെയ്ഖ് അബ്ദുള്ളയുമായി ജയശങ്കർ തന്ത്രപ്രധാന വിഷയങ്ങൾ ചർച്ച ചെയ്തു. സാമ്പത്തിക, വ്യാപാര, നിക്ഷേപ മേഖലകളായിരുന്നു ചർച്ചകളുടെ ഊന്നൽ. 2022-23 കണക്ക് പ്രകാരം 8365 കോടി US$ആണ് ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം. ഇരു രാഷ്ട്രങ്ങളുടെയും വിദേശകാര്യ മന്ത്രാലയങ്ങളുടെ സഹകരണത്തോടെ ഒബ്സർവർ റിസർച്ച് ഫൗണ്ടേഷൻ അബുദാബിയിൽ സംഘടിപ്പിച്ച പ്രഥമ റൈസിന മിഡിൽ ഈസ്റ്റ് ഉച്ചകോടിയിലും ജയശങ്കർ പങ്കെടുത്തു. പശ്ചിമേഷ്യയുമായുള്ള ബന്ധത്തെ അങ്ങേയറ്റം പ്രാധാന്യത്തോടെയാണ് ഇന്ത്യ കാണുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. വ്യാപാരം കൊണ്ട് മാത്രമല്ല, ആശയങ്ങളും വിശ്വാസങ്ങളും കൊണ്ടുള്ള ബന്ധത്തിലൂടെയും ഇരു ദേശങ്ങളും തമ്മിൽ കെട്ടുപിണഞ്ഞു കിടക്കുന്നു. പ്രതിവർഷം 16,000 കോടി US$ആണ് ഗൾഫ് രാഷ്ട്രങ്ങളുമായുള്ള ഇന്ത്യയുടെ വ്യാപാരം. 90 ലക്ഷത്തിലേറെ ഇന്ത്യക്കാർ ഇവിടെ താമസിക്കുന്നതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വ്യാപാരവും നിക്ഷേപവും ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി 2022 മെയ്യിൽ ഒപ്പുവെച്ച സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറാണ് ഇന്ത്യയും UAEയും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തിയത്. നേരത്തെ ഊർജ്ജ മേഖലയിൽ മാത്രമുണ്ടായിരുന്ന വ്യാപാര ബന്ധമാണ് കരാറിലൂടെ മറ്റു മേഖലകളിലേക്കും വ്യാപിച്ചത്. 2030 100 ബില്യൺ US$ന്റെ എണ്ണ ഇതര വ്യാപാരമാണ് കരാർ ലക്ഷ്യം വെക്കുന്നത്. മീഡിയ 1 അബുദാബി.